വികസന കുതിപ്പിൽ പുന്നയൂർ. പുന്നയൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് പുകൾപെറ്റ തൃശ്ശിവപേരൂരിന്റെ വടക്കേയറ്റത്തെ 16.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള മനോഹരമായ ഭൂപ്രദേശം. ആൽമരം മറ്റുള്ളവർക്ക് തണലും താങ്ങും നൽകും പോലെ ഒരു ഗ്രാമ്യജനതയുടെ താങ്ങും തണലുമാണ് ഇന്ന് ഈ പഞ്ചായത്ത്. നേർത്ത മഞ്ഞിൽ ആലസ്യത്തിൽ ഉറങ്ങിയിരുന്ന വഴിപ്പൂവ് പോലെ അല്പ ആലസ്യത്തിൽ നിന്നും കേരള ഗവൺമെന്റിന്റെ നേതൃപാടവ സൂര്യരശ്മിയുടെ തീവ്രരശ്മികളേറ്റ് വികസന കുതിപ്പിലേക്ക് തുടർയാത്ര ചെയ്യുകയാണ് ഇന്ന് ഈ പഞ്ചായത്ത്. സമയത്തെ ഘടികാര സൂചികളിൽ ബന്ധിച്ചിടാതെ ജനങ്ങൾക്കൊപ്പം സമയപരിമിതികളെ മറികടന്ന് പ്രവർത്തിക്കുന്ന കാര്യകർമ്മശേഷിയുള്ള ഉദ്യോഗസ്ഥർ, ഓരോ മനുഷ്യന്റെയും ആവശ്യങ്ങളെ തൊട്ടറിയുന്ന ജനപ്രതിനിധികൾ, അവയെല്ലാമാണ് പുന്നയൂർ എന്ന മനോഹര പ്രദേശത്തിന്റെ ഈ വിജയയാത്രകൾക്ക് കരുത്തുറ്റ ഊർജ പ്രചോദനമാകുന്നത്. കേരളത്തിലെ ലവണാംശമുള്ള മണൽ പ്രദേശങ്ങളിൽ തഴച്ചു വളർന്നിരുന്ന ഒരു സുന്ദര വൃക്ഷമാണ് പുന്നാകം എന്ന പുന്ന. സുഗന്ധവാഹിയായ പുന്നമരങ്ങൾ പൂത്തൊലഞ്ഞു നിന്നിരുന്ന നന്ദനോദ്യാനമായിരുന്നു അറബിക്കടലിനോട് മുഖം നോക്കി നിൽക്കുന്ന ഈ പ്രദേശം എന്നത് സ്ഥലനാമ കാരണമായി ചിലരെങ്കിലും കരുതുന്നു. പഴങ്കഥകൾ എന്തുതന്നെയായാലും വികസനത്തിന്റെ പുത്തൻ കഥകൾ ഊർജ്ജസ്വലതയോടെ രചിച്ചുകൊണ്ടിരിക്കുകയാണ് ചാവക്കാട് താലൂക്കിലെ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത്. 1962 പുന്നയൂര് പഞ്ചായത്ത് രൂപം കൊണ്ടത്. പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളുടെ കുതിപ്പിലാണ്. ശിലയായിപ്പോയ ഒരു ജന്മത്തെ ഒരു മനുഷ്യ സ്നേഹസ്പർശം കൊണ്ട് മോചിപ്പിച്ച് കർമ്മകാണ്ഡങ്ങളിലേക്ക് എത്തിച്ച പൗരാണിക കഥ പോലെ പഞ്ചായത്തിലെ ഉറങ്ങിക്കിടന്ന കർമ്മശേഷിയെ തൊട്ടുണർത്തി കർമ്മപാന്താവിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ ഭരണസമിതി. ആദ്യം പഞ്ചായത്തിന്റെ സത്വര ശ്രദ്ധ പതിഞ്ഞത് കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിലേക്കാണ്. ഭവനരഹിതർ കേരളത്തിൽ ഉണ്ടാവരുത് എന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ധീരോദാത്ത നിലപാടിനൊപ്പം സമയം പാഴാക്കാതെ പുന്നയൂർ പഞ്ചായത്ത് ഒപ്പം നിന്നതുകൊണ്ട് 300 ഭവനരഹിതർക്ക് വീട് നൽകി. ഇതിൽ 200 പേരുടെ ഭവന നിർമ്മാണം വിജയകരമായി പൂർത്തീകരിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനതയ്ക്ക് സ്നേഹകൂടാരമൊരുക്കാൻ യാതൊരു ആലസ്യവുമില്ലാതെ 10 കോടി രൂപ ഇതിനകം പഞ്ചായത്ത് ചിലവഴിച്ചു. വീടുകൾ പുനരുദ്ധരിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായി ഭവന പുനരുദ്ധാരണ പദ്ധതി പട്ടികജാതി വിഭാഗത്തിന് 1 ലക്ഷം രൂപയായും ജനറൽ വിഭാഗത്തിന് 5000 രൂപയായും വർദ്ധിപ്പിച്ചതും പഞ്ചായത്തിന്റെ വികസന നേട്ട പട്ടികയിൽ സ്നേഹലിപികളാൽ രേഖപ്പെടുത്തിയ കർമ്മ പദ്ധതികളാണ്. ജനങ്ങളുടെ ഭവന സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ പഞ്ചായത്ത് പിന്നെ ശ്രദ്ധിച്ചത് ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ വാതക ശ്മശാനത്തിലാണ്. സ്മൃതിപഥം എന്ന് പേരിട്ട വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം പഞ്ചായത്ത് വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവിട്ടാണ് ഭരണസമിതി ജനങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചത്. ജീവജലലഭ്യത എന്നത് പഞ്ചായത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് പഞ്ചായത്ത് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിൽ സക്രിയമായ ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായി പോയ 5 വർഷത്തിനിടയിൽ 8 പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയ പഞ്ചായത്തായി പുന്നയൂരിനെ മാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന യജ്ഞത്തിൽ ദത്തശ്രദ്ധമാണ് പഞ്ചായത്ത് ഇപ്പോഴും. വിദ്യാഭ്യാസ മേഖലയിലും പഞ്ചായത്ത് ശക്തമായി ഇടപെടാൻ തയ്യാറായതിന്റെ പരിണിത ഫലമായി പുന്നയൂരിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും സാങ്കേതിക ശാസ്ത്രവിദ്യകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഹൈടെക് വിദ്യാലയങ്ങളായി മാറി.
വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന വടക്കേ പുന്നയൂരിലെയും കുരഞ്ഞിയൂരിലെയും 2 സർക്കാർ വിദ്യാലയങ്ങൾക്ക് 30 സെന്റ് വീതം ഭൂമി സൗജന്യമായി സമാഹരിച്ചു. പുന്നയൂർ GLP സ്കൂളിന് MLA ഫണ്ട് 1 കോടി രൂപ ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചു. കൂടാതെ പുന്നയൂരിലെയും കുരഞ്ഞിയൂരിലെയും സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മുപ്പത്തിമൂന്ന് അങ്കണവാടികളിൽ 13 അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കി മാറ്റി. അഞ്ച് അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. 3 അങ്കണവാടികൾക്ക് സ്വന്തമായി ഭൂമി കണ്ടെത്തി. ഹരിതകർമ്മസേന രൂപീകരണത്തിലൂടെ ശാസ്ത്രീയമായ അജൈവ മാലിന്യ ശേഖരണവും ഓർഗാനിക് ബയോ കമ്പോസ്റ്റ് ബിൻ വിതരണത്തിലൂടെ ഉറവിട മാലിന്യ സംസ്കരണവും നടപ്പിലാക്കി. ക്ലീൻ പുന്നയൂർ തെരുവ് ശുചീകരണ പദ്ധതി ജില്ലയിൽ ആദ്യമായി നടപ്പിലാക്കി മാതൃകയായി. തെരുവ് വിളക്ക് പരിപാലനം മികവുറ്റ നിലയിൽ നടപ്പിലാക്കി. പദ്ധതിക്കായി 1 കോടി രൂപ ചെലവഴിച്ച് സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്തായി പുന്നയൂർ മാറി. MLA ഫണ്ടിൽ നിന്ന് 76 ലക്ഷം രൂപ ചെലവഴിച്ച് പുന്നയൂർ ആയുർവേദ ഡിസ്പെൻസറിക്ക് പുതിയ 2 നില കെട്ടിടം നിർമ്മിച്ചു. മന്ദലാംകുന്ന് ബീച്ച് ചിൽഡ്രൻസ് പാർക്ക് 40 ലക്ഷം രൂപ ചെലവഴിച്ച് മനോഹരമാക്കി നവീകരിച്ചു. അവിയൂരിൽ ഓപ്പൺ ജിം പദ്ധതി നടപ്പിലാക്കി. പ്രസ്തുത പ്രദേശത്തെ ടൂറിസം കേന്ദ്രമാക്കി ഉയർത്തി CK വേണു സ്ക്വയർ എന്ന് നാമകരണം ചെയ്തു. വനിതകളുടെ ആരോഗ്യ പരിപാലനത്തിനായി 2 വനിതാ ജിമ്മുകൾ നടപ്പിലാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ എടക്കഴിയൂർ മത്സ്യഗ്രാമം പദ്ധതി 7.2 കോടി രൂപ ചെലവിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഭവനങ്ങളുടെ നിർമ്മാണവും 4 ഭവനങ്ങളുടെ നവീകരണവും ഉൾപ്പെടെ എടക്കഴിയൂരിന്റെ മുഖച്ഛായ മാറ്റുന്നതാണ് ഈ പദ്ധതി. യുവാക്കൾക്ക് അനുയോജ്യമായ കളിസ്ഥലം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ ചെലവിൽ പഞ്ചായത്ത് കളിക്കളം നിർമ്മിച്ചു. പശ്ചാത്തല മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം സാധ്യമാക്കി. 1.5 കോടി രൂപ ചെലവഴിച്ച് എടക്കര നീലങ്കടവ് റോഡും MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ച് ആലത്തേരി റോഡും 50 ലക്ഷം രൂപ ചെലവഴിച്ച് പഞ്ചവടി ബീച്ച് റോഡും ഉൾപ്പെടെ നവീകരിച്ചത് വികസന മുന്നേറ്റത്തിലെ ചിലത് മാത്രം. കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും മത്സ്യബന്ധന മേഖലയിലും ചരിത്രത്തിലെ ഉയർന്ന വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകി മാതൃകയായി. ബ്ലോക്ക് തലത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വകയിരുത്തുകയും
ചെലവഴിക്കുകയും ചെയ്ത പഞ്ചായത്തായി പുന്നയൂർ മാറി. ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്ക് പ്രതിമാസം 4000 രൂപ ആനുകൂല്യം നൽകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് താങ്ങായി മാറി. കായിക രംഗത്ത് പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം വെച്ച് കുട്ടികൾക്കുള്ള ഫുട്ബോൾ പരിശീലനം ആരംഭിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തൃപ്തികരമായ സേവനങ്ങളും സൗജന്യമായ മരുന്ന് വിതരണം നൽകാനും കഴിഞ്ഞു. മന്നലാംകുന്ന് സബ് സെന്ററിന് 27.5 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാനും അവിയൂർ സബ് സെന്റർ 7 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിക്കാനും കഴിഞ്ഞു. കാർഷിക മേഖലയിൽ കേരഗ്രാമം, കാന്താരി ഗ്രാമം, ചെണ്ടുമല്ലി ഗ്രാമം, യുവതാത്തോട്ടം, അങ്കണകാന്തി എന്നിവ നടപ്പിലാക്കിക്കൊണ്ട് കാർഷിക മേഖലയിൽ വലിയ പുരോഗതി കൈവരിച്ചു. സമേതം എന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയിലൂടെ വിദ്യാർത്ഥികളുടെ വിവിധ തലത്തിലുള്ള സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കാൻ കഴിഞ്ഞു. ഭിന്നശേഷി അങ്കണവാടി വയോജന കലോത്സവങ്ങൾ സംഘടിപ്പിച്ച് കുട്ടികളിലും വയോജനങ്ങളിലും പുതിയ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞു. പുന്നയൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന ഗുരുതരമായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കാനകൾ നിർമ്മിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് പുന്നയൂരിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്താക്കി മാറ്റി. 16 കോടി രൂപ ചെലവഴിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉയർന്ന തൊഴിൽ ദിനങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കി. പട്ടികജാതി മേഖലയിൽ സമാനതകളില്ലാത്ത വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പുകൾ, പഠനമുറികൾ, ഫർണിച്ചറുകൾ കൂടാതെ ഉന്നത പഠനത്തിനുള്ള സ്കോളർഷിപ്പുകളും നൽകി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുന്നതിന് പ്രസിഡന്റ് പ്രതിഭാ പുരസ്കാരം ഏർപ്പെടുത്തി. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കുവാനുണ്ട്. വികസനത്തിന്റെ പുന്നാക പുഷ്പസുഗന്ധമൊഴുകി പരക്കുന്ന ഗ്രാമപഞ്ചായത്തായി പുന്നയൂരിനെ മാറ്റുക എന്ന തീവ്രയജ്ഞത്തിലാണ് പഞ്ചായത്ത്. നാളിതുവരെ നിങ്ങൾ നൽകിയ കരുത്തുറ്റ പിന്തുണ തുടർന്നും ഞങ്ങൾക്കുണ്ടാവണം. കാരണം ഒന്നിച്ച് നടന്നു തീർക്കേണ്ട വഴികൾ നമ്മെ സ്നേഹത്തോട് ക്ഷണിച്ചുകൊണ്ട് കാത്തിരിക്കുന്നുണ്ട്.